The conditions of equilibrium of coplanar concurrent. The conditions of equilibrium of coplanar concurrent force system. This is what we are going to study here today. Okay, so all of you write this heading. അപ്പം നേരത്തെ ആ പാർട്ടിക്കിളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു ബോഡി റെസ്റ്റിലിരിക്കണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് സീറോ ആയേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് സീറോ ആയില്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഇറ്റ് വിൽ ട്രാൻസ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ്. ഓക്കെ, റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലായിരിക്കും ബോഡി മൂവ് ചെയ്യുന്നത്. Okay, so in order to obtain equilibrium or in order for the body to remain at rest, the resultant force should be equal to zero. അപ്പോൾ ഒരു കോപ്ലേനാർ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? ആർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് ഓൾറെഡി പഠിച്ചാണ്. സോ ഫോർ ദിസ് റിസൾട്ടൻ ടു ബി സീറോ എന്തൊക്കെ വാല്യൂസ് സീറോ ആയിരിക്കണം? ഈ ആർ എന്ന് പറയുന്നത് ആറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. സോ ഈ ആറ് സീറോ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ സീറോ ആയിരിക്കണം? സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് ഐ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ആറ് സീറോ ആവുമോ? സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ വൈ എഫ് ഐ ഏതെങ്കിലും ഒന്ന് നോൺ സീറോ ആണെന്നുണ്ടെങ്കിൽ ആറ് സീറോ ആവുമോ? ഇല്ല. ഓക്കെ, സോ in order to for the resultant or R to be zero, sigma fx and sigma fy must be zero. Therefore, the condition of equilibrium of a coplanar concurrent force system is given as sigma fx equal to 0 and sigma fy equal to 0. Coplanar concurrent ആയിട്ടുള്ള ഒരു ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഈസ് എ കണ്ടീഷൻ that should be satisfied. Sigma fx should be equal to 0 and sigma fy should be equal to 0. സോ ഈ ഒരു രണ്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്ഷൻസിലെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവരും ഈ സ്ലൈഡ് എഴുതി കഴിഞ്ഞോ? Did you finish? No, miss. Do it fast. Finished? Yes, miss. ഓക്കെ, ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, മിണ്ടാതിരിക്കരുത്. വി ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, സോ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, വടി മുമ്പേ ഫ്രീ ബോഡി ഡയഗ്രാം ഇത് നമ്മൾ ഇക്വിലിബ്രിയം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം, FBD എന്ന് പറയും. സോ വാട്ട് ഈസ് ഇറ്റ്? എ ഡയഗ്രാം ഓഫ് എ ബോഡി ഇൻ വിച്ച് the body is completely isolated from its supports and all the forces acting on it are shown by vectors. ഓക്കെ, ഒരു എന്താ പറയുക, body, you will be given a figure. Okay,
വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു മെനി ഫോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. ആ സ്പിയറിൽ ഒരുപാട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടാവാം. ഉദാഹരണത്തിന് വെയിറ്റ്, പിന്നെ അതിൽ ആക്ട് ചെയ്യുന്ന, അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ബാക്കിയുള്ള റിയാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവാം. അപ്പോൾ ഈ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ വരച്ചുകൊണ്ടാണ് ഇക്വിലിബ്രിയം കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വി വിൽ ഐസൊലേറ്റ് ദാറ്റ് ബോഡി. ഓക്കെ, അതിൽ കൊടുത്തിട്ടുള്ള സപ്പോർട്ടെല്ലാം നമ്മൾ മാറ്റി ആ ബോഡീനെ മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് വരയ്ക്കുന്നു. എന്നിട്ട് അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസിനെയും നമ്മൾ വെക്ടേഴ്സ്, ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് ആർ ഷോൺ ബൈ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ IJK ആ വെക്ടർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് ആരോ മാർക്സ് വെച്ചിട്ട് അതിനെ ആ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. Did you write the definition? Yes, miss. ഓക്കെ. സോ ഇനി ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ടൈപ്പ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരുന്ന ആക്റ്റീവ് ഫോഴ്സ്? എന്താണ് ഈ ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ആക്റ്റീവ് ഫോഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ബോഡി ഈസ് പ്ലേസ്ഡ്. ഓക്കെ, ഏത് എൻവയോൺമെന്റിലാണ് നമ്മുടെ ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഉദാഹരണത്തിന് ഇപ്പം ഇലക്ട്രിക്കൽ ഫീൽഡാണോ, മാഗ്നറ്റിക് ഫീൽഡാണോ, ഗ്രാവിറ്റേഷണൽ ഫീൽഡാണോ, ഏത് ഫീൽഡിലാണ് ആ ബോഡി ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമ്മുടെ ആക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇഫ് എ ബോഡി ഈസ് ലെഫ്റ്റ് ഇൻ യൂണിഫോം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ബൈ ദ എർത്ത്. നമുക്കറിയാം everybody this is attracted towards the center of the earth. Okay, so അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ പുള്ളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫോഴ്സ് ദാറ്റ് മസ്റ്റ് ബി ഷോൺ ആക്ടിങ് ഓൺ FBD മസ്റ്റ് ബി ഇറ്റ്സ് ഓൺ വെയിറ്റ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആൻഡ് പ്ലേസ്ഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള ബോഡീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ FBD ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് ഫോഴ്സായ വെയിറ്റ് ആണ്. സോ ഈ വെയിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് വെർട്ടിക്കലി ഡൗൺ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഓൾവേസ് ആക്ട് ഇൻ ദ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡിറക്ഷൻ ഫ്രം ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് താഴത്തേക്കായിരിക്കും എപ്പോഴും വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ബോഡി ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ എന്നാലും എപ്പോഴും വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഡിഡ് യു നോട്ട് ഡൗൺ ദ സ്ലൈഡ്? Hello. Miss. Okay. So next type of force we normally show in this free body diagram is called a reactive force. Okay. So what is mean by this reactive force? So it is written here, reactive force arises when the motion of a body in a particular direction is restrained by another body attached to it or in contact with it. Okay, so എപ്പോഴാണ് ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്? അതായത് ഒരു ബോഡിയുടെ ഏതെങ്കിലും ഒരു ഡയറക്ഷനുള്ള ഒരു മൂവ്മെന്റ് മറ്റൊരു ബോഡി കാരണം പ്രിവെന്റ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ത് റീസൺ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഒരു വാളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തുകൊണ്ടാകാം. ഓക്കെ, അങ്ങനെ പല റീസൺസ് കാരണം ഒരു ബോഡിയുടെ മൂവ്മെന്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ബേസിക്കലി ഈ റിയാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് ബോഡിക്ക് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. സോ ഇറ്റ് അറൈസസ് whenever two bodies are in contact with each other. So reactive forces arises when two bodies are in contact with each other. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഒരു പ്ലെയിനിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ,
So, what is free body diagram? The diagram of a body which is free from all the supports and all the forces acting on it are represented by means of vectors. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് മാറ്റി വരയ്ക്കുക. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിന് ആകെയുള്ളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്ന ഈ പ്ലെയിൻ ആണ്. സോ ആ പ്ലെയിൻ മാറ്റിയിട്ട് ബോഡി മാത്രമായിട്ട് ഇവിടെ ഐസൊലേറ്റ് ചെയ്ത് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ബൈ മീൻസ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, സോ ഇതിൽ നമ്മളെപ്പോഴും ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആദ്യം വരയ്ക്കേണ്ട ഫോഴ്സ് ഏതാന്ന് പറഞ്ഞത് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റെക്റ്റാങ്കുലർ ബോഡി ആണല്ലേ, അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റിലൊന്നും വരയ്ക്കണ്ട. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഈ ഡയഗണൽസിൻ്റെ ഇൻ്റർസെക്ഷനായി ഈ പോയിന്റിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെയിറ്റ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ മാർക്ക് ദ വെയിറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, കണ്ടോ? ഇത് വെയിറ്റ് മുകളിലേക്ക് കയറ്റി വരച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സോ വെയിറ്റ് എപ്പോഴും എങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആൻഡ് ഫ്രം ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. കണ്ടോ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ ലൈനാണ് വരച്ച്. നമുക്ക് ഇതിനൊരു നെയിമും കൊടുക്കാം, ഡബ്ല്യു. ഡബ്ല്യു സ്റ്റാൻഡ്സ് ഫോർ വെയിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ റിയാക്റ്റീവ് ഫോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ റിയാക്റ്റീവ് ഫോഴ്സസ് എന്താണെന്ന് പറഞ്ഞത്? ഇറ്റ് അറൈസസ് whenever two bodies are in contact with each other. Okay, that is whenever the motion of a body in a particular direction is restrained by another body attached to it or in contact with it. അതായത് ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഉദാഹരണം നോക്കുകയാണ്. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്ക് സ്മൂത്ത് സർഫസിൽ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിന് ഇവിടെ എവിടെ വേണമെങ്കിലും ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റും. സിൻസ് ഇറ്റ് ഈസ് എ സ്മൂത്ത് സർഫസ്, ദർ ഇസ് നോ ഫ്രിക്ഷൻ. പക്ഷെ ഇതിന് ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിലാണ്? ഡൗൺവേർഡ് ഡിറക്ഷൻ. എന്തായിരിക്കും അതിന് റീസൺ? ദിസ് body or this block is unable to move in the downward direction. It is because there is a force acting from this horizontal plane which is preventing this block from moving in downward direction. അതായത് ഈ പ്ലെയിനിൽ നിന്നൊരു ഫോഴ്സ്, റിയാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ റിയാക്റ്റീവ് ഫോഴ്സ് ഈ ബ്ലോക്കിന്റെ താഴത്തേക്കുള്ള മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ റിയാക്റ്റീവ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? അപ്പ് ആയിരിക്കോ ഡൗൺ ആയിരിക്കോ? എനിവൺ? ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സോ അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ അത് നേരെ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ തന്നെ വരുന്ന രീതിയിൽ വരയ്ക്കണം കേട്ടോ. സോ ഇതാണ് റിയാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ അപ്പോൾ അതിന് നോർമൽ റിയാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ യൂഷ്വലി ആർ അല്ലെങ്കിൽ ആർ എൻ എന്നും നമ്മൾ നെയിം ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റിയാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിയാക്റ്റീവ് ഫോഴ്സ് എവിടെയൊക്കെ ഒരു ബോഡിക്ക് സർഫസ് ഓഫ് കോണ്ടാക്ട് ഉണ്ടോ അവിടെയൊക്കെ നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോർമൽ റിയാക്ഷൻ എന്ന് അതിന് വിളിക്കാൻ കാരണം എന്താ? ഇറ്റ് ഓൾവേസ് ആക്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ടുവാർഡ്സ് ദ ബോഡി. അപ്പോൾ ആ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തോ. നോർമൽ റിയാക്ഷൻ always act perpendicular to the surface of contact and towards the body. ഒരു കാരണവശാലും നിങ്ങൾ ബോഡിയിൽ നിന്ന്, നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ബോഡിയിൽ നിന്ന് എവേ ആയിട്ട് നോർമൽ റിയാക്ഷൻ മാർക്ക് ചെയ്യരുത്. ഓക്കെ, ഡിഡ് യു ഫിനിഷ് റൈറ്റിംഗ്? Yes or no? Yes, miss. Okay. ഇനി അടുത്ത ടൈപ്പ് റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടെൻസൈൽ പുൾ. ഓക്കെ, ഇപ്പോൾ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ചെറിയ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ഈ ടെൻസൈൽ പുള്ള്? whenever a body is attached to an inextensible cord, a rope or a cable, a tensile pull acts on it. ഓക്കെ, സോ ഒരു ബോഡീനെ നമ്മളൊരു സ്ട്രിങ് അല്ലെങ്കിൽ കോഡ്, റോപ്പ്, അങ്ങനെ എന്ത് ടൈപ്പ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത്, അതായത് അതിൻ്റെ വെയിറ്റ് ആ കേബിൾ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദ സ്ട്രിങ് വിൽ എക്സ്പീരിയൻസ് എ കൈൻഡ് ഓഫ് ടെൻസൈൽ പുൾ.
ഓക്കെ. അപ്പോൾ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ടെൻസൈൽ പുള്ളെന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോളിന്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബോളിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ സ്ട്രിങ് ആണല്ലേ. അപ്പോൾ ആ സ്ട്രിങ് മാറ്റിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബോൾ ഐസൊലേറ്റ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ. സോ ആഫ്റ്റർ ഐസൊലേറ്റിംഗ് ഇറ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? FBD വരയ്ക്കാനായിട്ട് വി ഷുഡ് ഡ്രോ ദി ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഏകദേശം ആ ബോളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സെന്റർ ഒറിജിൻ പോയിന്റിലായിരിക്കും അല്ലേ. സോ ഇനി അതിനകത്ത് നമ്മൾ ഫോഴ്സസ് ആക്ട് ചെയ്താലാണ് അത് മാർക്ക് ചെയ്താലാണ് അത് ഫ്രീ ബോഡി ഡയഗ്രാം ആവുള്ളൂ. സോ ആദ്യം മാർക്ക് ചെയ്യേണ്ട ഫോഴ്സ് ഏതാ ഇനി ഫ്രീ ബോഡി ഡയഗ്രാം? വാട്ട് ഈസ് എ ഫോഴ്സ് ദാറ്റ് ഷുഡ് ബി ആക്റ്റീവ് ഫോഴ്സ്, ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ ബോഡി അല്ലേ. സോറി, ഞാനിത് ഇറക്കി വരയ്ക്കുകയാണ്. Okay. So weight of the ball. Vertically downward direction from center of gravity നമ്മൾ വരച്ചു. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ പുള്ളാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ടെൻഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വെയിറ്റ് ഈ ബോളിനെ താഴത്തേക്ക് പുള്ള് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ അതിന്റെ ഒറിജിനൽ പ്ലേസിൽ പിടിച്ചു നിർത്തുന്നത് ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ പുള്ളാണ്. അപ്പൊ ആ ടെൻഷൻ എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? താഴത്തേക്കായിരിക്കും മുകളിലേക്കായിരിക്കുമോ? മുകളിലേക്കാണ്. ഓക്കെ. സോ ദിസ് ഈസ് എ ടെൻസൈൽ പുൾ ആക്ടിങ് ഓൺ ദി സ്ട്രിങ്. സോ ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ നോർമലി അതിനെ ടി എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്യാറ്. ഓക്കെ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ. ടെൻഷൻ ഇൻ ദ സ്ട്രിങ് denoted usually by T. Okay. So this is how we draw the free body diagram of a body. Okay. All of you finish this? ഓക്കെ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ ടെൻഷൻ എപ്പോഴും എവേ ഫ്രം ദ ജോയിന്റ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. മറിച്ചൊരു പോസിബിലിറ്റി ഇല്ല. സ്ട്രിങ്ങും വയർ എന്ന് പറഞ്ഞ സ്ട്രിങ്സ് ആൻഡ് വയേഴ്സ് ആർ ഓൾവേസ് അണ്ടർ ടെൻഷൻ. സ്ട്രിങ്സിലും വയേഴ്സിലും കംപ്രഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഈ സ്ട്രിങ്ങിൽ എപ്പോഴും ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ എവേ ഫ്രം ദ ജോയിന്റ്, അതായത് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് വന്ന് ബോളിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ജോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് എവേ ആയിട്ടായിരിക്കും ആരോ മാർക്ക് എപ്പോഴും വരിക. ഓക്കെ. അപ്പൊ അത് കാണാതെ ഓർത്ത് വെച്ചാൽ മതി, നിങ്ങൾ തെറ്റുകൾ വരത്തില്ല. ക്ലിയർ? ഓക്കെ. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യാൻ പോണത്. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾ പ്രത്യേകം കാണിച്ചു തരുന്നില്ല. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് FBD കൂടെ വരയ്ക്കാനായിട്ട് പഠിക്കാം. ഓക്കെ. So we use the conditions of equilibrium of a coplanar concurrent force system in order to solve the problems in statics. So what are the conditions of equilibrium of a coplanar concurrent force system? ഇത്തിരി മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ. കേട്ടില്ല. സിഗ്മ Fx equal to 0 and sigma Fy equal to 0. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, നമുക്ക് രണ്ട് അൺനോൺസ് ആണ്. രണ്ട് ഇക്വേഷൻസ് വെച്ച് മാക്സിമം എത്ര അൺനോൺസ് കണ്ടുപിടിക്കാൻ പറ്റും? ഹൗ മെനി അൺനോൺസ് യു ക്യാൻ ഫൈൻഡ് യൂസിങ് two equations? Maximum two unknowns ആണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദർ ആർ two equations and three unknowns, we won't be able to solve it. നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ഇക്വേഷൻസ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം we will solve the numericals. So write down the first problem. Find the nature and magnitude of the force in the wire shown in figure. Okay. And draw this figure. സോ കറക്റ്റ് ആ ബോളിൻ്റെ സെൻറ്ററിൽ നിന്ന് കേട്ടോ ഈ സ്ട്രിങ് വരുന്നത്. വരച്ചു കഴിഞ്ഞോ? Yes or no?
Yes, miss. ഓക്കെ. സോ ഇതിന്റെ FBD നമ്മൾ ഓൾറെഡി കണ്ടാണ്, ബട്ട് എന്നാലും നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഇൻ സോൾവിങ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. സോ we have already seen the FBD while studying about the free body diagrams. Okay, but still we have to draw it. Okay, so this is first step in solving equilibrium problems is to draw the FBD. So we are going to draw the FBD of the ball. ഓക്കെ, നമ്മുടെ ബോളിൻ്റെ FBD ആണ് ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. സോ ഇവിടെ ബോളിൽ ആക്ട് ചെയ്യുന്ന ഫസ്റ്റ് വിച്ച് ഇസ് ഫസ്റ്റ് ഫോഴ്സ് യു ഷുഡ് മാർക്ക് Weight. വെയിറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ബോൾ? 50. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഇവിടെ 50യുടെ യൂണിറ്റ് നോക്കിക്കേ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് 50? kg ആണല്ലേ. kg എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? വാട്ട് ഈസ് ദ യൂണിറ്റ്? മാസിന്റെ യൂണിറ്റ് ആണല്ലേ. മാസ് ഓഫ് ദ ബോൾ ഈസ് ഈക്വൽ ടു 50 kg. വെയിറ്റ് എന്ന് പറയുന്ന ഫോഴ്സ് ആണ് അല്ലേ. നമ്മുടെ എർത്തിന്റെ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കാരണം ഒരു ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന പുള്ളിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ ആണ്. സോ ഇഫ് യു ആർ ഗിവൺ മാസ്, ഹൗ വിൽ യു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് ദ ബോഡി? W ഈസ് ഈക്വൽ ടു mg. ഓക്കെ, അപ്പൊ W ഈസ് ഈക്വൽ ടു mg. 50 ഇൻറ്റു 9.81 വെച്ചിട്ട് വെയിറ്റ് കണ്ടുപിടിക്കണം. എത്രയാണ് വരുന്നത്? Calculate it. You have the calculator, no? What is it? 490. 490.5 Newton. Okay, that is the weight of the ball. Okay, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അപ്പോൾ ആ വെയിറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. 490.5 Newton is the weight of the ball. Okay, ഇനി ഇവിടുത്തെ റിയാക്റ്റീവ് ഫോഴ്സ് എന്താണ്? സിൻസ് ദ ബോൾ ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് പീസ് ഓഫ് സ്ട്രിങ്, വാട്ട് ഈസ് ദ റിയാക്റ്റീവ് ഫോഴ്സ് ആക്ടിങ് ഹിയർ? ടെൻസൈൽ പുൾ അല്ലേ. അപ്പൊ ടെൻസൈൽ പുൾ ഓൾവേസ് ആക്ട് അവേ ഫ്രം ദ ജോയിന്റ്. ഓക്കെ, അവേ ഫ്രം ദ ജോയിന്റ് ആണ് ടെൻസൈൽ പുൾ ആക്ട് ചെയ്യുന്നത്. നോർമൽ റിയാക്ഷൻ ആണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട് ആൻഡ് ടുവാർഡ്സ് ദ ബോഡി. ഓൾവേസ് റിമെമ്പർ ദാറ്റ്. ഡോണ്ട് mix these things up. Okay, so this is a tensile pull T. Okay, അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ നേച്ചർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഇൻ ദ വയർ ഷോൺ ഇൻ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടെൻഷന്റെ വാല്യൂ അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും FBD വരച്ചു കഴിഞ്ഞോ? Can't hear you. Okay, so now what we are going to do is we are going to apply the conditions of equilibrium here. Okay, so which are the conditions of equilibrium? First condition എന്ന് പറയുന്നത് ഏതാണ്? സിഗ്മ fx equal to 0 ആണ് അല്ലേ. സിഗ്മ fx equal to 0ക്ക് ഇവിടെ വല്ല പ്രസക്തി ഉണ്ടോ? ഇവിടെ are there any horizontal forces acting here? നോ. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ ഇവിടെ പ്രസക്തിയൊന്നുമില്ല, പക്ഷെ ഞാനത് വെറുതെ എഴുതിയെന്ന് മാത്രം. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ FY ഈക്വൽ ടു 0 അല്ലേ. വാട്ട് ഇസ് സിഗ്മ FY ഈക്വൽ ടു 0 മീൻ? സം ഓഫ് ഓൾ ദി വെർട്ടിക്കൽ ഫോഴ്സസ് ഓർ ദ ഫോഴ്സസ് അലോങ് y ആക്സിസ് ആക്ടിങ് ഓൺ ദിസ് ബോഡി ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട നമ്മുടെ യൂഷ്വൽ സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, നമ്മുടെ സൈൻ കൺവെൻഷൻ എന്താ? അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ? അപ്ലൈയിങ് വാട്ട് ഈസ് ദ സിഗ്മ FY ഇൻ ദിസ് ബോൾ? ഇവിടുത്തെ സിഗ്മ FY എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സം എന്ന് പറയുന്നത് എന്താണ്? ആകെ രണ്ട് ഫോഴ്സ് ആണ്. T മൈനസ് 490.5 is equal to 0. That means T is equal to 490.5 Newton. Okay, that is a magnitude of the force acting in the piece of string and the nature is tension. Okay, ഞാൻ പറഞ്ഞു സ്ട്രിങ്സും വയേഴ്സും എപ്പോഴും ടെൻഷനിലായിരിക്കും. ടെൻഷനേ അതിൽ വരുള്ളൂ. കംപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു സ്ട്രിങ്ങിനെ, പീസ് ഓഫ് സ്ട്രിങ്ങിനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കയ്യിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുമോ?
illa alle, that is not possible. Okay, so the nature of the force is tension. Okay, so this is how you solve this type of problems. ഇത് ഏറ്റവും simplest basic problem ആണ്. Okay, all of you finish this? Yes, miss. Okay, so moving on to the next question. Write down the second question and draw the figure. Finished? No എന്നാണോ എസ് എന്നാണോ പറയണത്? എനിക്ക് മനസ്സിലാവണില്ല. Yeah. Okay, so go through the question. Question മനസ്സിലായോ എല്ലാവർക്കും? Okay, here നമുക്കൊരു ബോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് സ്ഫിയർ ഉണ്ട്. ഓക്കെ, ആ സ്ഫിയറിന്റെ സെന്ററിൽ നിന്നൊരു സ്ട്രിങ് പോയിന്റ് എയിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തേക്കുവാണ്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ദ പോയിന്റ് ബി ഓഫ് ദിസ് ബോൾ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് വെർട്ടിക്കൽ വാൾ. ഈ വെർട്ടിക്കൽ വാളിന്റെ പോയിന്റ് ബി ആയിട്ട് ഈ സ്ഫിയർ കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആൻഡ് ദ റിയാക്ഷൻ അറ്റ് ദ വാൾ അറ്റ് പോയിന്റ് ബി. ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷനും അതുപോലെ ഈ വാളിൻ്റെ പോയിന്റ് ബിയിൽ ഡെവലപ്പ് ചെയ്യുന്ന നോർമൽ റിയാക്ഷനുമാണ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം വട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സോൾവിങ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്? FBD. യു ഹാവ് ടു ഡ്രോ ദി എഫ് ബി ഡി. ഓക്കെ, അപ്പം എഫ് ബി ഡി വരയ്ക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് യു ഹാവ് ടു ഐസൊലേറ്റ് ദ ബോഡി. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ബോഡി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഫിയർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ബോഡി, ആ സ്ഫിയറിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ഇതിന്റെ ഈ സ്ഫിയറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് സ്ട്രിങ്ങും ഈ വാളും ആണ്, അല്ലേ? സോ ഈ സ്ട്രിങ്ങും വാളും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ആ സ്ഫിയറിനെ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അതാണ് എഫ് ബി ഡി വരയ്ക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ടു ഡ്രോ ദ എഫ് ബി ഡി, ഞാൻ ഈ സൈഡിലായിട്ട് വരയ്ക്കുവാണ് എഫ് ബി ഡി. കാരണം എനിക്കിവിടെ ഞാൻ ഫിഗർ അപ്പുറത്തെ സൈഡിലായി പോയി പേസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് എഫ് ബി ഡി വരച്ചാൽ മതി കേട്ടോ. സോ റൈറ്റ് ദ ഹെഡിങ് as എഫ് ബി ഡി ഓഫ് സ്ഫിയർ. എഫ് ബി ഡി ഓഫ് സ്ഫിയർ എന്ന് എഴുതുക. ഓക്കെ, ആൻഡ് ഡ്രോ ദ സ്ഫിയർ. Isolate the sphere like this. Okay, and now what?
Now you have to mark the forces acting on this sphere. Okay. അപ്പോൾ ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ W എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സും Wയുടെ ടേംസ് തന്നെ ആയിരിക്കും കേട്ടോ. ഈ ഒരു പ്രോബ്ലം മാത്രം നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോ ദ ആക്റ്റീവ് ഫോഴ്സ് ഓൺ ദി സ്പിയർ ഈസ് വെയിറ്റ്. വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, so W is the active force on the sphere. Okay, ഇനി ഈ സ്പിയറിൽ എത്ര റിയാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവും? How many reactive forces will be there? രണ്ടെണ്ണം. ഏതൊക്കെയാണത്? വോളിന്റെയും സ്ട്രിങ്ങിന്റെയും. വോളിൻ്റെയും സ്ട്രിങ്ങിൻ്റെയും ഉണ്ടാവും അല്ലേ? അതായത് നമുക്ക് കാണാം ഇവിടെ ഈ വോളും സ്പിയറും തമ്മിൽ പോയിന്റ് ബിയിൽ കോണ്ടാക്റ്റിൽ ഇരിക്കുവാണ്. ഓക്കെ, സോ സിൻസ് ദീസ് ടു ബോഡീസ് ആർ ഇൻ കോണ്ടാക്ട്, there will be a normal reaction at point B. ആ നോർമൽ റിയാക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ബിയിലോട്ട്. ഓക്കെ, സോ നോർമൽ റിയാക്ഷൻ ഓൾവേസ് ആക്ട് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് കോണ്ടാക്ട്. സർഫസ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് സർഫസ് ഓഫ് കോണ്ടാക്ട് അല്ലേ? ആ സർഫസ് ഓഫ് കോണ്ടാക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us നെയിം ദ നോർമൽ റിയാക്ഷൻ ആസ് R. നമുക്കിതിനെ R എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നോർമൽ റിയാക്ഷൻ, അടുത്ത റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ആണ് അല്ലേ? ഇപ്പൊ ടെൻഷൻ എപ്പോഴും എങ്ങോട്ടാണ് ആക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? അപ്വാർഡ്സ് അല്ല, അങ്ങനെ ഓർത്ത് വെക്കരുത്. എവേ ഫ്രം ദ ജോയിന്റ്. ഓക്കെ, ജോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രം ആണോ വരയ്ക്കുന്നത് ആ ബോഡിയിലേക്ക് സ്ട്രിങ്ങിന്റെ ഒരു എൻഡ് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ ജോയിന്റിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും എപ്പോഴും ടെൻഷൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വി വിൽ നെയിം ഇറ്റ് എസ് TAC. AC എന്നാണ് ആ സ്ട്രിങ്ങിന്റെ പേര്. അപ്പൊ നമുക്ക് അതിനെ TAC എന്ന് നെയിം ചെയ്യാം. ഓക്കെ, TAC. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫോഴ്സസ് എല്ലാം മാർക്ക് ചെയ്തെങ്കിലും ഒരു കുഴപ്പമുണ്ട്. എന്താണത്? നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ FBDയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന്റെ ആംഗിളും കൂടെ കണ്ടുപിടിച്ചാലാണ് FBD കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇവിടെ TAC എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ TAC ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലോ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇപ്പൊ തൽക്കാലം നമുക്ക് ഹൊറിസോണ്ടലോ ആയിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ തീറ്റ. ആ തീറ്റയും കൂടെ കണ്ടുപിടിച്ച് മാർക്ക് ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ ഹൗ വിൽ യു ഡു ദാറ്റ്? ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ് ആംഗിൾ? അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് AC ഈസ് ഈക്വൽ ടു ട്വൈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്ഫിയറിന്റെ റേഡിയസിന്റെ 2 ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡസ് ദാറ്റ് മീൻ? സപ്പോസ് ഇതെന്താണ്? BC എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ സ്ട്രിങ് അല്ലേ? ഈ സ്ട്രിങ്ങിന്റെ ഒരു റേഡിയസ് ആണ് BC എന്ന് പറയുന്നത്. ഓക്കെ, സോറി, സ്ട്രിങ്ങിന്റെ പോട്ടെ, ബോളിന്റെ സ്ഫിയറിന്റെ റേഡിയസ് ആണ് BC എന്ന് പറയുന്നത്. നമ്മൾ ആ റേഡിയസിനെ സ്മോളർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ AC എന്തായിരിക്കും? വാട്ട് വിൽ ബി AC? The length of the string is equal to twice the radius of the sphere എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ AC എന്ന് പറയുന്നത് 2R ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ തന്നെ വരച്ചത് കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കാം ഇവിടെ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡ്രോ ഹിയർ. നിങ്ങൾ അതൊക്കെ നോട്ടിൽ വൃത്തിയായിട്ട് വരച്ചോളണം കേട്ടോ. എനിക്കിവിടെ സ്പേസിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെന്ററിലൊക്കെ കൊണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ട്രയാങ്കിൾ ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. BCA. സോ ദിസ് ഈസ് 2R ആൻഡ് ദിസ് ഈസ് R.
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തീറ്റ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ആംഗിൾ തീറ്റ? ഹൗ വിൽ യു ഫൈൻഡ് ദ ആംഗിൾ തീറ്റ? അഡ്ജസൻറ്റ് സൈഡും അറിയാം, ഹൈപ്പോട്ടിന്യൂസും അറിയാമെങ്കിൽ നിങ്ങൾ എങ്ങനെ തീറ്റ കണ്ടുപിടിക്കും? ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു r/2r അല്ലേ? r ക്യാൻസൽ ആയി പോവും. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്നത്? ഹാഫ് ആണ്. അപ്പൊ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഹാഫ്. എത്രയാണത്? വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് ഹാഫ്? അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയിട്ട് പറയൂ. വാട്ട് ഈസ് കോസ് ഇൻവേഴ്സ് ഹാഫ്? 60. ഓക്കെ, 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ തീറ്റയുടെ വാല്യൂ ഞാൻ മായ്ച്ചിട്ട് എഴുതുവാണ്, 60 ഡിഗ്രി ആണ്. ഓക്കെ, നൗ അവർ ഫ്രീ ബോഡി ഡയഗ്രാം ഈസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദാറ്റ് ഫോഴ്സ്, ദെൻ ഓൺലി യു ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, ക്ലിയർ? Yes or no? Yes, miss. Okay. Yes, miss. So now we will, since we got this free body diagram, we will solve the question. Okay. തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അപ്ലൈയിങ് ദ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് കോപ്ലേനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ W എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ഇത് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സിഗ്മ Fx ഈക്വൽ ടു 0 അല്ലേ? വാട്ട് ഇസ് സിഗ്മ Fx ഈക്വൽ ടു 0? സം ഓഫ് ഓൾ ദി ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ മൂന്ന് ഫോഴ്സും, അതായത് ആക്റ്റീവ് ഫോഴ്സായ വെയിറ്റും റിയാക്റ്റീവ് ഫോഴ്സായ നോർമൽ റിയാക്ഷനും ടെൻഷൻ ഇൻ ദ സ്ട്രിങ്ങും എല്ലാം കൂടെ വന്ന് മെർജ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണ്? നമ്മുടെ ബോളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ്. അപ്പൊ ഇത് ഒരു പോയിന്റിൽ വന്ന് ഈ ഫോഴ്സസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒരു കോമൺ പോയിന്റിൽ കൂടെ ലൈൻ ഓഫ് ആക്ഷൻ എല്ലാം പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു കോൾ ദാറ്റ് ഫോഴ്സ് സിസ്റ്റം? If the line of action of all the forces pass through a single point, what do you call that force system? Concurrent force. കോപ്ലേനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഒരേ പ്ലെയിനിലും കൂടെയാണ്, അപ്പോൾ അത് കോപ്ലേനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം ആണ്. സോ ആ കോപ്ലേനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് സിഗ്മ Fx ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ Fy ഈക്വൽ ടു 0. ഓക്കെ, യു ഷുഡ് റിമെമ്പർ ദാറ്റ്. സോ സിഗ്മ Fx ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസിന്റെ സമ്മ് 0 ആണ് അല്ലേ? സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? What are the horizontal forces acting here? ഒന്ന് R ഉണ്ട് അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? TACനെ നമുക്ക് റിസോൾവ് ചെയ്യണം അല്ലേ? സിൻസ് TAC ഈസ് എ ഇൻക്ലൈൻഡ് ഫോഴ്സ്, യു ഹാവ് ടു റിസോൾവ് ഇറ്റ്. ഓക്കെ, അപ്പൊ TACനെ റിസോൾവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് എ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആസ് വെൽ ആസ് എ വെർട്ടിക്കൽ കമ്പോണന്റ് അല്ലേ? ഇപ്പൊ TAC എന്ന് പറയുന്ന ഏത് ക്വാഡ്രന്റ് ആണ്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ Fx ലെഫ്റ്റിലോട്ടും Fy മുകളിലോട്ടും ആണ്. ഓക്കെ, സോ TACയുടെ ഇൻക്ലിനേഷൻ 60 ഡിഗ്രി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ TACയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താ? TAC cos 60 ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് ഈസ് TAC sin 60. ഇതിങ്ങനെ മാറ്റി റിസോൾവ് ചെയ്ത് വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും അത്രയും ഫെമിലിയർ ആവാത്തതുകൊണ്ട് ഞാൻ വരച്ചു എന്ന് മാത്രം. സോ നൗ യു ഫൈൻഡ് ദി സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. സിഗ്മ Fx എന്താണ്? R. റൈറ്റിലോട്ട് ആയതുകൊണ്ട് R പോസിറ്റീവ്. പിന്നെ എന്താ ഉള്ളത്? മൈനസ് TAC cos 60 is equal to 0. That is equation number 1. Okay, first equation. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് അൺനോൺസ് ഉണ്ട് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഏതാണ് രണ്ടാമത്തെ ഇക്വേഷൻ? സിഗ്മ Fy ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് സിഗ്മ Fy? സം ഓഫ് ഓൾ ദി
vertical forces in this force system is equal to 0. ഈ ഫോഴ്സ് സിസ്റ്റത്തിലുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ഉണ്ട് അല്ലേ, പിന്നെ എന്താ ഉള്ളത്? ടി എ സിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ആഡ് ചെയ്ത് പറഞ്ഞേ. -W plus TAC sin 60. plus TAC sin 60 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. സോ നൗ വി ഹാവ് 2 ഇക്വേഷൻസ് ആൻഡ് 2 അൺനോൺ, സോ വി ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടല്ല തന്നിരിക്കുന്നത്, W എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ Wയുടെ ടേംസിലാണ് കിട്ടുന്ന ആൻസർ. സോ ഫ്രം ദ സെക്കൻഡ് ഇക്വേഷൻ ക്യാൻ യു റൈറ്റ് TAC sin 60? Wന് അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ W പോസിറ്റീവ് ആവും അല്ലേ? So what is TAC equal to? W by sin 60. Sin 60യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? √3/2 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ വി ഗെറ്റ് 2W by √3. So that is how you solve this kind of problems. Okay, all of you understood? ഓക്കെ, ഇനി TAC കിട്ടി, R കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? How will you find R? Substitute the value of TAC in equation number 1. Equation number 1 TAC കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാവരും ഇത്ര എഴുതിയോ? Finished? Yes, miss. Okay. So substitute TAC in equation number 1. We get എന്താണ്? R equal to TAC cos 60 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇപ്പൊ TACയുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. 2W by √3 into cos 60 is 1/2. സോ ഇത് ക്യാൻസൽ, 2 ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? W by √3. കാൽക്കുലേറ്റർ വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. സോ we got the value of normal reaction. Okay, all of you understood the problem? Yes or no? Yes, miss. Okay, so we will take the attendance now.